Jahan IAS, the Chief Election Commissioner of Kerala. Welcome, sir. ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള ശ്രീ വേണുഗോപാൽ, ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ ആര്യ, ഡോക്ടർ ഷെറാസ് ബാവ, ശ്രീ ജോൺ ജെ പോൾ, ശ്രീമതി അനാമിക പ്രജിൻ, ശ്രീ സെബാസ്റ്റ്യൻ സണ്ണി, ശ്രീമതി സരിത AS, മീനാക്ഷി മാഡം ഉൾപ്പെടെ ഈ സദസ്സിലുള്ള പ്രമുഖരായ വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളുള്ള കുട്ടികളുടെ വികാസത്തിനായി, അവരുടെ വളർച്ചയ്ക്കായി, അവരുടെ ജീവിത വിജയത്തിനായി രൂപം നൽകിയ ഒരു സ്കൂളിൻ്റെ 10ാം വാർഷികത്തിലാണ് നമ്മളിന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉള്ള ഒരു പ്രധാന കാര്യമായിട്ട് പറയുന്നത് സെലിബ്രേറ്റിംഗ് സക്സസ് എന്നാണ്. വിജയത്തെ ആഘോഷമാക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു പഠിക്കാനുള്ള അന്തരീക്ഷം വേണം. രക്ഷകർത്താക്കൾ കുട്ടിയെ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികളും പഠന സൗകര്യങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും പഠിപ്പിക്കുന്ന രീതികളുമെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടിക്കൊരു ചെറിയ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിജയം ശരിയായ രൂപത്തിൽ ആ കുട്ടി ആസ്വദിക്കുന്ന തരത്തിൽ, ആ കുട്ടിയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ, ആ കുട്ടിയുടെ വളർച്ചയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ അത് ആഘോഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കുട്ടിയുടെ വളർച്ചയെ ആഘോഷിക്കുക എന്നുള്ളതിനപ്പുറം നമ്മളിന്ന് ചെയ്യുന്നത് 10 വർഷം പൂർത്തിയാക്കിയ അങ്ങനെയുള്ള നിരവധി കുട്ടികളെ വളർത്തിയെടുത്ത, അവരെ യഥാർത്ഥ മനുഷ്യ വ്യക്തിത്വങ്ങളായി മാറ്റിയെടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ 10ാം വാർഷികത്തിലാണ്. അത് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, VJT ഹാൾ എന്നുള്ളത് ഇപ്പോൾ അയ്യങ്കാളി സ്മാരക ടൗൺ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീമൂലം മഹാരാജാവ് ദിവംഗതനായിട്ട് 100 വർഷം കഴിഞ്ഞു. അദ്ദേഹം രൂപം നൽകിയ ശ്രീമൂലം അസംബ്ലി ആണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ജനകീയ ഭരണത്തിന് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികൾ അവതരിപ്പിക്കുന്ന നിരവധി ചർച്ചകൾക്ക് വേദിയായിട്ടുള്ള ഒരു ഹാളാണിത്. ശ്രീമൂലം അസംബ്ലിയും തുടർന്ന് നടന്നിട്ടുള്ള വിവിധ ജനസഭകളും കൂടിയിട്ടുള്ള ഒരു ചരിത്ര പാരമ്പര്യമുള്ള ഒരു ഹാളാണിത്. ഈ ഹാളിൽ ധാരാളം പൊതുപരിപാടികൾ നടക്കുന്നുണ്ട്, ഇന്നും നടന്നു വരുന്നുണ്ട്. പൊതു പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പൊതു പ്രാധാന്യമുള്ള, പൊതു സ്വീകാര്യതയുള്ള പല വിഷയങ്ങളും അവതരിപ്പിക്കപ്പെടുകയും അതിന്മേൽ തീരുമാനമെടുക്കപ്പെടുകയും ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ, യോഗങ്ങൾ നടക്കുന്ന ഒരു ഹാളാണിത്. ഈ ഹാളിൽ ഇന്ന് 10ാം വാർഷികം ആഘോഷിക്കുന്ന തിരുവിതാംകൂറിൻ്റെ ചരിത്രം, തിരുവിതാംകൂർ എന്നുള്ളത് ഇന്നിപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥലനാമമാണ്. എന്നങ്ങനെ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. തിരുവിതാംകൂർ എന്ന്, ട്രാവൻകൂർ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞ ഒരു പ്രദേശമാണ്. ഇന്ന് തിരുവനന്തപുരമാണ്, അല്ലെങ്കിൽ കേരളമാണ്, അല്ലെങ്കിൽ ദക്ഷിണ കേരളമാണ്. ഇങ്ങനെയുള്ള സംജ്ഞകളിലാണ് നമ്മൾ ഈ സ്ഥലങ്ങളെ അറിയുന്നത്. എന്നാൽ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ട്രാവൻകൂറിൻ്റെ ആ സ്ഥലനാമത്തിൽ ഒരു ദേശീയ സ്ഥാപനം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന, പ്രത്യേകതകളുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം തുടക്കം മുതൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഭാവി കാലം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായി, ആ ആലോചനയുടെ പരിണതഫലമായി രൂപം കൊണ്ട
ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, വിദ്യാഭ്യാസ രീതി, ആ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി എന്നുള്ള രീതിയിലാണ് ട്രാവൻകൂർ നാഷണൽ സ്കൂള് തുടക്കം മുതൽ പ്രവർത്തിച്ച് തുടങ്ങിയത്. ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള രീതിയിൽ, കുട്ടികളെക്കാൾ കൂടുതൽ കുട്ടികളുടെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു സ്ഥാപനമായി ഈ സ്കൂൾ വളർന്നു വികസിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ കുട്ടികളെ പോലും രക്ഷകർത്താക്കൾക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും അഡോൾസൻസ് വരെയുള്ള ആ കാലഘട്ടത്തിൽ കൃത്യമായി വളർത്തിയെടുക്കുക, അവരെ ശരിയായ ദിശയിൽ നയിക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അവസരത്തിൽ അതിനേക്കാൾ വെല്ലുവിളി നേരിടുന്ന ഒരു മകനെയോ മകളെയോ ശരിയായ ദിശയിൽ വളർത്തിയെടുത്ത് അവരെ ലോകത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി രക്ഷകർത്താക്കൾ നേരിടുമ്പോൾ അവരേക്കാൾ കൂടുതൽ താല്പര്യത്തോടു കൂടി അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ മികവുറ്റ രീതിയിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം സ്കൂൾ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും മാനേജ്മെൻറ്റുമെല്ലാം വളരെ കൃത്യമായ ആസൂത്രണ വൈഭവത്തോടു കൂടി രൂപം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ വിദ്യാഭ്യാസ രീതി കാരണം ഇന്ന് ഏകദേശം 300ഓളം കുട്ടികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിയെടുക്കുന്നവർ ഉൾപ്പെടെ വിവിധ തലത്തിൽ വളരെയധികം മെച്ചപ്പെട്ട അവരുടെ ടാലൻസ് പ്രകടമാക്കുന്ന തരത്തിലുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ, ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദികൾ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ സ്ഥാപനം നേടിയ വലിയൊരു നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾക്കറിയാം എത്രത്തോളം പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിട്ടുള്ളത് എന്ന്. അങ്ങനെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ആശ്വാസത്തിൻ്റെ തിരി തെളിക്കുവാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും മാത്രമല്ല ഈ കുട്ടിയുടെ മുഴുവൻ രക്ഷകർത്തൃത്വവും ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഡെഡിക്കേറ്റഡായിട്ടുള്ള വളരെയധികം സമർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സമൂഹവും അതിന് നേതൃത്വം നൽകുന്ന മാനേജ്മെൻറ്റ് സംവിധാനവും ഉള്ള ഒരു സ്കൂൾ അത് തിരുവനന്തപുരത്ത് ഇപ്പോഴും ബാലാരിഷ്ടതകൾ പലതുമുണ്ട്. ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിലും മറ്റുമൊക്കെ സാമ്പത്തികമായിട്ടുമൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിനൊന്നും തന്നെ പുറമേ കാണിക്കാതെ ഇൻ്റർനാഷണൽ തലത്തിലുള്ള, നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയും, അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്കൂളുകളെല്ലാം മാറേണ്ടതുണ്ട് എന്ന് പറയാറുണ്ട്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ അന്താരാഷ്ട്ര സമൂഹം എന്തൊക്കെയാണ് ഈ രംഗത്ത് നൽകിയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ അതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അതെല്ലാം തന്നെ കൃത്യമായി കുട്ടികൾക്ക് നമ്മുടെ സാഹചര്യത്തിൽ നൽകേണ്ട രീതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയുള്ള സിലബസും കരിക്കുലവും അതിനുവേണ്ടിയുള്ള പഠന സാമഗ്രികളും അധ്യാപക പരിശീലനവും ഉൾപ്പെടെ നടത്തി മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു സ്കൂളിൽ 1:30, 35, 40, 50, 60 വരെ 1:60 വരെ ഉള്ള പാരൻറ്റ് ടീച്ചർ റേഷ്യോ ഉണ്ട് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ പൊതു വിദ്യാലയങ്ങളിൽ. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ കുട്ടികളുടെ എണ്ണം കൂടുതലും, SSLC പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലും വിദ്യാഭ്യാസ സൗകര്യം കുറവുമായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പലപ്പോഴും നിശ്ചയിച്ചിട്ടുള്ള പാരൻറ്റ് ടീച്ചർ റേഷ്യോ 1:40, 50 ആണ് എങ്കിൽ പലപ്പോഴും 20%, 30% കൂടുതൽ കുട്ടികളെ, അതായത് 10-15 കുട്ടികളെ അധികമായി ഓരോ ക്ലാസ് റൂമിൽ ഇരുത്തുന്നതിന് വേണ്ടി, അഡ്മിഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട്. പ്രൈമറി സ്കൂളിൽ 1:30, 35 ഒക്കെയാണ് റേഷ്യോ ഫിക്സ് ചെയ്തിട്ടുള്ളതെങ്കിലും പലപ്പോഴും കുട്ടികളുടെ എണ്ണം കൂടുതൽ വരാറുണ്ട്. 1:30 പോലും നമുക്ക് മിതമായി തോന്നുന്നു എങ്കിൽ
1:1 ഒരു കുട്ടിക്കൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, അധ്യാപിക എന്നുള്ള രീതിയിൽ അത്രയധികം റേഷ്യോ ഏറ്റവും കൂടിയ തോതിൽ, റേഷ്യോ പറയുമ്പോൾ ഏറ്റവും കൂടിയ തോതിൽ, അതായത് 1:1 ഒരു കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികവും മറ്റുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പോൾ അത്രയധികം കുറഞ്ഞ PTRൽ ഒരു ക്ലാസ് നടത്തുക എന്നുള്ളത് ഒരു കുട്ടിക്ക് ഒരു വർഷം 200-300 ദിവസത്തിലധികം അധ്യയന ദിനങ്ങൾ ഈ കുട്ടിയെ സ്ഥിരമായി പരിശീലിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക, അതിനുവേണ്ടി അധ്യാപകരെ കണ്ടെത്തുക, അതും പ്രത്യേകിച്ച് പരിശീലനം ലഭിച്ച അധ്യാപകരെ. ഇതെല്ലാം ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ അധ്യാപകരും തന്നെ പ്രത്യേക ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള, സാധാരണ അധ്യാപക പരിശീലനം മാത്രമല്ല, ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിൻഡായിട്ടുള്ള അധ്യാപകരെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സ്കൂളിലേക്ക് ഒരു അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ ആ അധ്യാപകനെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം വളരെയധികം ഓഫർ നൽകി ഇത്തരം ട്രെയിൻഡായിട്ടുള്ള അധ്യാപകരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പല സ്ഥാപനങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയധികം ഡെഡിക്കേഷനോടുകൂടി ഒരു സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുക, ഒരു അധ്യാപിക 10 വർഷമായി തുടർച്ചയായിട്ട് ഒരു സ്കൂളിൽ സേവനമനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അവരുടെയും മാനേജ്മെൻറ്റിൻ്റെയും പരസ്പരമുള്ള ഒരു പൊരുത്തത്തിൻ്റെ പുറത്ത് നടക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന ധാരാളം അധ്യാപികമാർ തുടർച്ചയായി ഈ സ്കൂളിൽ ഓരോ വർഷവും വന്നു ചേരുന്ന കുട്ടികളുടെ പഠന മികവിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്കൂൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നേടിയ നേട്ടത്തിന് പിന്നിലുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. കുട്ടികൾക്ക് പഠിക്കുക, അവരെ നല്ല വ്യക്തിത്വമുള്ള കുട്ടികളാക്കി മാറ്റിയെടുക്കുക, അവർക്ക് ധാരാളം കഴിവുകളുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരം കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ധാരാളം പ്രത്യേകതകളുള്ള കഴിവുകളുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ കഴിവുകൾ സാധാരണ ഒരു കുട്ടിയിൽ നിന്നും വ്യത്യസ്തമായി എക്സൽ ചെയ്യാൻ കഴിയുന്ന, അത് ഉന്നതമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റ് ദൈവം ഈ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഗിഫ്റ്റ് കണ്ടെത്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. സാധാരണ ഒരു സ്കൂളിൽ, ഞാൻ മുമ്പ് ഈ സ്കൂളിൻ്റെ തന്നെ വാർഷികത്തിൽ ഒരു തവണ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ, ആ കുട്ടി ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ, പ്രത്യേകിച്ചും വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. 7ാം ക്ലാസ്സോടുകൂടി ആ കുട്ടിക്ക് വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിൽ ആ കുട്ടിയുടെ സ്കൂളിലെ പഠനം വളരെയധികം പ്രയാസമുള്ള ഒരവസ്ഥയിലേക്ക് മാറി. ആ സമയത്ത് 8ാം ക്ലാസ്സിൽ ആ കുട്ടിയെ നമ്മുടെ ഗവൺമെൻറ് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവിടെ 1-2 നല്ല അധ്യാപകരുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് കഴിവുള്ള അധ്യാപകരുണ്ടായിരുന്നു. അവർ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ പ്രത്യേകം കെയർ ചെയ്തു. ആ കുട്ടി 10ാം ക്ലാസ് പാസ്സായി. അവസാനം ആ കുട്ടി MBBS കഴിഞ്ഞു, ഡോക്ടറായി. അപ്പോൾ ആ സുഹൃത്ത് പറയുകയായിരുന്നു, ഒരു ദിവസം ട്രിവാൻഡ്രത്തു നിന്ന് കോട്ടയത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നേരെ എതിർ ദിശയിൽ ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അച്ഛനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ആ കുട്ടി കാണിക്കുന്ന ശാരീരിക ചേഷ്ടകൾ കണ്ട് എതിർദിശയിലിരുന്ന ഒരു സ്ത്രീ അവർ ഈ അച്ഛനോട് ചോദിച്ചു, ഈ കുട്ടിക്ക് ഇന്ന പ്രത്യേകതകളുണ്ട് അല്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ശരിയാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഞാനും ഈ കുട്ടിയുടെ അവസ്ഥയിലായിരുന്നു. ഞാനും ഇതേ അവസ്ഥയിലായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു. ഞാനിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അന്ന് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായി. അതിനുശേഷമാണ് ആ സ്കൂളിൽ നിന്നും മാറ്റി കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിൽ ആ കുട്ടിയെ ചേർത്തത്. അതിനുശേഷം 3 വർഷം അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് +2, +1, +2 അവിടെ പഠിച്ചു. 5 വർഷക്കാലം അവിടെ പഠിച്ചതിന് ശേഷം
എൻട്രൻസ് എഴുതി മെഡിക്കൽ അഡ്മിഷൻ ലഭിച്ചു. ഇന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദാർശനിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ ബീജാവാപം നടന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിൻസിപ്പളും അതേപോലെ തന്നെ കൂടെയുള്ള അധ്യാപകരും പ്രിജിനോടും ശ്രീമതി സന്ധ്യ പ്രിജിനോടും ഒപ്പം സഹകരിച്ചുകൊണ്ട് തുടക്കം മുതൽ അങ്ങനെ ഒരു വലിയൊരു കാഴ്ചപ്പാടിൽ ഈ സ്കൂളിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അത് എൻ്റെ ഒരു വളരെയധികം സാർത്ഥകമായിട്ടുള്ള ഒരു ഫലം അനുഭവിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഹാളിൽ, ചരിത്ര പ്രാധാന്യമുള്ള ഈ ഹാളിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ആ സന്തോഷം പങ്കുവയ്ക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിന് എല്ലാവിധ ഭാവി ശ്രേയസ്കരമായിട്ടുള്ളൊരു ഭാവി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Chairman, present sir to hand over a memento to Shri A. Shah Jahan IAS.